നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ ഈ മാസം ആദ്യം മുതൽക്കേ തന്നെ കോവിഡ് പ്രതിരോധത്തിനായുള്ള വാക്സിൻ നൽകാൻ ആരംഭിച്ചിരുന്നു. സ്വദേശികൾക്കും വിദേശികൾക്കും തികച്ചും സൗജന്യമായാണ് വാക്സിൻ നൽകുന്നത്. ഇപ്പോഴത്തെ നാട്ടിലേക്ക് തിരിക്കാനിരിക്കുന്ന പ്രവാസികൾക്ക് വാക്സിനുകളുടെ ഫലപ്രാപ്തി ഉറപ്പാക്കാൻ യാത്രയ്ക്ക് ഒരു മാസം മുമ്പെങ്കിലും ആവശ്യമായ പ്രീ ട്രാവൽ വാക്സിനേഷനുകൾ എടുക്കാൻ പ്രോത്സാഹനവുമായി ദുബായ് ഹെൽത്ത് അതോറിറ്റി രംഗത്തെത്തി. എല്ലാ DHA പ്രൈമറി ഹെൽത്ത് കെയർ സെന്ററുകളിലും പ്രീ ട്രാവൽ ഹെൽത്ത് സേവനങ്ങൾ ലഭിക്കുമെന്നും കൂടാതെ പ്രീ ട്രാവൽ കൗൺസിലിംഗ്, റിസ്ക് അസസ്മെന്റ്, വാക്സിനേഷനുകൾ, മരുന്നുകൾ എന്നീ സൗകര്യങ്ങൾ ലഭ്യമാണെന്നും DHA അറിയിക്കുകയുണ്ടായി. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ COVID-19 വാക്സിൻ എടുക്കുമ്പോൾ ആദ്യം ഉപദേശം തേടണമെന്നും നിലവിലെ ആരോഗ്യസ്ഥിതി, അലർജി പ്രശ്നങ്ങൾ എന്നിവ വിലയിരുത്തണമെന്നും അതിനനുസരിച്ച് വാക്സിനുമായി ബന്ധപ്പെട്ട് ഉപദേശം തേടാൻ കഴിയുമെന്നും സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആക്ടിംഗ് ഡയറക്ടർ ഡോക്ടർ ആലിയ മുഹമ്മദ് അൽദലാൽ വ്യക്തമാക്കി. മാത്രമല്ല, പ്രത്യേക രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ നിർബന്ധിത വാക്സിനുകളുമുണ്ട്. ആഫ്രിക്ക, തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ മഞ്ഞപ്പനി വാക്സിൻ പോലുള്ള നിർബന്ധിത വാക്സിനുകൾ നൽകുന്നുണ്ട്. തെക്കേ അമേരിക്കയിലേക്കും മധ്യ ആഫ്രിക്കയിലേക്കുമുള്ള സന്ദർശകർ നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നം മഞ്ഞപ്പനിയാണ്. രോഗികൾ തങ്ങളെ സന്ദർശിക്കുമ്പോൾ അവർ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ, താമസകാലം, അവരുടെ ആരോഗ്യം, നിലവിലെ കുറിപ്പുകൾ, വാക്സിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്നു. വിശദ കൂടിയാലോചനയ്ക്ക് ശേഷം വാക്സിനുകൾ ശുപാർശ ചെയ്യുന്നതിനൊപ്പം അവരുടെ ലക്ഷ്യസ്ഥാനം അടിസ്ഥാനമാക്കി മറ്റ് യാത്രാ മുൻകരുതലുകളെ കുറിച്ച് അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുമെന്ന് ഡോക്ടർ ആലിയ മുഹമ്മദ് വ്യക്തമാക്കി. ലക്ഷ്യസ്ഥാനത്തെ ആശ്രയിച്ച് യാത്രക്കാർക്ക് കോവിഡ് പരിശോധന നടത്തേണ്ടതായി വന്നേക്കാം. എന്നാൽ വാക്സിൻ എടുത്തവർക്ക് ഇത് ബാധകമാകുന്നതല്ല. മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, കൈ കഴുകുകയോ കൈ വൃത്തിയാക്കുകയോ ചെയ്യുക തുടങ്ങിയ മുൻകരുതൽ പാലിച്ചാൽ മതിയാകുമെന്ന് ഡോക്ടർ ആലിയ മുഹമ്മദ് പറഞ്ഞു. രോഗം കൂടുതലുള്ള രാജ്യത്തേക്കാണ് യാത്രയെങ്കിൽ തന്നെ മലേറിയ പ്രതിരോധ ഗുളികകൾ പോലുള്ള രോഗപ്രതിരോധ മരുന്നുകളും ക്ലിനിക്കുകൾ നൽകുന്നുണ്ടെന്ന് DHA പ്രാഥമികാരോഗ്യ മേഖലയിലെ ഫാമിലി മെഡിസിൻ ഫിസിഷ്യൻ ഡോക്ടർ ഫാത്തിമ അൽ മസൂഖി വ്യക്തമാക്കി. ഭക്ഷണവും വെള്ളവും മൂലമുണ്ടാകുന്ന മിക്ക രോഗങ്ങളും ഉണ്ടാകുന്നത് ഭക്ഷണം തയ്യാറാക്കുമ്പോഴോ മലിനമായ ജലസ്രോതസ്സുകളോ നിന്നാണ്. യാത്രയ്ക്കിടെ ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാൻ സുരക്ഷിതമായ ഭക്ഷണപാനീയങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ആഗോള ആരോഗ്യ നിയന്ത്രണ നിയമം അനുസരിച്ച് അന്താരാഷ്ട്ര വാക്സിൻ സർട്ടിഫിക്കേഷൻ നൽകാൻ സർക്കാർ കേന്ദ്രങ്ങൾക്ക് മാത്രമേ അധികാരമുള്ളൂവെന്നും ഡോക്ടർ ഫാത്തിമ അൽ മസൂഖി വ്യക്തമാക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.